ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ച് സൈനികാഭ്യാസത്തിനിടെ ഹൈപ്പർസോണിക് മിസൈലുകളും ബോംബറുകളും ഉപയോഗിച്ച് റഷ്യ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നു. ആക്രമണങ്ങളിൽ നിന്നും പിന്മാറാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ് റഷ്യ. യുഎസും റഷ്യയുടെ നാശം കാണാൻ പുതിയ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം നിലവിൽ വന്നപ്പോൾ പിന്തിരിഞ്ഞു പോകാതെ മുന്നേറുന്ന നയങ്ങളാണ് തുടർച്ചയായും റഷ്യ കാണിക്കുന്നത്. ഇപ്പോഴിത് ബാരൻസ് കടലിലെ ഒരു ലക്ഷ്യത്തിലേക്ക് സിർക്കോൺ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചതായും ബെലാറസുമായുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി സുഖോയ് Su-34 സൂപ്പർസോണിക് ഫൈറ്റർ ബോംബറുകൾ ആക്രമണം നടത്തിയതായി റഷ്യ ഞായറാഴ്ച അറിയിച്ചു. റഷ്യയ്ക്കോ ബെലാറസിനോ നേരെ ആക്രമണമുണ്ടായാൽ സൈനിക കമാൻഡും ഏകോപനവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബെലാറസുമായി റഷ്യയുടെ സ്പാഡ് അഥവാ പടിഞ്ഞാറൻ സംയുക്ത തന്ത്രപരമായ അഭ്യാസം സെപ്റ്റംബർ 12 ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മോസ്കോയും മിൻസ്കും ഈ അഭ്യാസങ്ങൾ പൂർണ്ണമായും പ്രതിരോധപരമാണെന്നും ഏതെങ്കിലും നാറ്റോ അംഗത്തെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും US നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം ഒരു കിഴക്കൻ സെൻട്രി പ്രഖ്യാപിച്ചു. പുതിയ ടാബ് തുറക്കുന്നു. സെപ്റ്റംബർ 9-10 തീയതികളിൽ പോളണ്ടിലേക്ക് റഷ്യൻ ഡ്രോണുകൾ കടന്നുകയറിയതിനു ശേഷമുള്ള പ്രവർത്തനം, ബാരൻസ് കടലിലെ ഒരു ലക്ഷ്യത്തിലേക്ക് നോർത്തേൺ ഫ്ലീറ്റിന്റെ അഡ്മിറൽ ഗോലോവ്കോ ഫ്രിഗേറ്റ് ഒരു സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈൽ തൊടുത്തുവിടുന്നതിന്റെ ദൃശ്യങ്ങൾ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. ഫ്രിഗേറ്റിൽ നിന്ന് ലംബമായി ഒരു മിസൈൽ വിക്ഷേപിക്കുന്നതും പിന്നീട് ചക്രവാളത്തിലേക്ക് ഒരു കോണിൽ പവർ ഓഫ് ചെയ്യുകയും ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണിച്ചു. തത്സമയം ലഭിച്ച വസ്തുനിഷ്ഠമായ നിരീക്ഷണ ഡേറ്റ അനുസരിച്ച് നേരിട്ടുള്ള ആക്രമണത്തിലൂടെ ലക്ഷ്യം നശിപ്പിക്കപ്പെട്ടു എന്നും മന്ത്രാലയം വ്യക്തമാക്കി. നോർത്തേൺ ഫ്ലീറ്റിന്റെ മിക്സഡ് ഏവിയേഷൻ കോർപ്സിന്റെ ദീർഘദൂര അന്തർവാഹിനി വിരുദ്ധ വിമാനങ്ങളും അഭ്യാസത്തിൽ പങ്കെടുത്തതായി മന്ത്രാലയം അറിയിച്ചു. Su-34 ക്രൂകൾ കരലക്ഷ്യങ്ങൾക്ക് നേരെ ബോംബിംഗ് ആക്രമണം നടത്തിയതായി അതിൽ പറയുന്നു. 2019 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് സിർക്കോണിന് ശബ്ദത്തിന്റെ 9 മടങ്ങ് വേഗതയിൽ പറക്കാൻ കഴിയുമെന്നും കടലിലും കരയിലും 1000 കിലോമീറ്റർ കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയുമെന്നുമാണ്. റഷ്യയിൽ 3M-22 സിർക്കോൺ എന്നും നാറ്റോയിൽ SSN-33 എന്നും അറിയപ്പെടുന്ന ഈ മിസൈലിന് 400 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടെന്നും അതിന്റെ വാർഹെഡിന്റെ പിണ്ഡം ഏകദേശം 300 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണെന്നും റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നു. അതേസമയം റഷ്യൻ ഡ്രോൺ കടന്നുകയറ്റം കണ്ടെത്തിയതായി പോളണ്ട് സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ റൊമാനിയൻ വ്യോമാതിർത്തി ലംഘിച്ച ഒരു ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് ഞായറാഴ്ച റൊമാനിയ പ്രതിരോധ മന്ത്രാലയം 2 F-16 യുദ്ധവിമാനങ്ങൾ പറത്തി. ഡ്രോൺ റൊമേനിയൻ പ്രദേശത്തേക്ക് ഏകദേശം 10 കിലോമീറ്റർ അതിക്രമിച്ചു കയറിയതായും നാറ്റോ വ്യോമാതിർത്തിയിൽ ഏകദേശം 50 മിനിറ്റ് പ്രവർത്തിച്ചതായും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ഉക്രൈന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് റഷ്യ നടത്തുന്ന യുദ്ധത്തിന്റെ വ്യക്തമായ വികാസമാണ് ഈ സംഭവമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മോസ്കോയ്ക്കെതിരെ വീണ്ടും കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യയുടെ പെരുമാറ്റത്തെ റൊമാനിയ അപലപിക്കുകയും അതിന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്നും റൊമാനിയൻ വിദേശകാര്യമന്ത്രി ടോയു ഓന എക്സിൽ എഴുതി. യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്തിന് പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ നാറ്റോ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റൊമാനിയയുടെ നീക്കം. കഴിഞ്ഞയാഴ്ച റഷ്യൻ ഡ്രോണുകൾ പോളിഷ് വ്യോമാതിർത്തി ലംഘിച്ചപ്പോൾ സഖ്യകക്ഷിയുടെ ഓരോ ഇഞ്ചും സംരക്ഷിക്കുമെന്ന് അമേരിക്ക പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.